ഇന്നത്തെ ഈ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UAE റാസ കൈമയിലെ അൽബറേക്ക ഹോസ്പിറ്റലിൻ്റെ MD ആയ ഡോക്ടർ പ്രേമം, ഡോക്ടർ സോണിയയും ആണ്. ഈ ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, യേശു ക്രിസ്തു ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളിൽ എത്ര വാളുണ്ട്? വാളില്ലാത്തവൻ ഉടുപ്പ് വിറ്റിട്ടാണെങ്കിലും വാൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് ശിഷ്യരോട് വാൾ വാങ്ങിക്കാൻ പറയുന്ന ഒരു യേശുവിനെ ബൈബിളിൽ സത്യസന്ധമായ രീതിയിൽ അപ്പോസ്തലന്മാർ ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. സാധാരണ തൻ്റെ ശിഷ്യന്മാർ ഗുരുവിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും ചരിത്രങ്ങൾ എഴുതുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധരായി കാണപ്പെടുന്ന പലരുടെയും നെഗറ്റീവ് ഒഴിവാക്കുകയും അവരെ പീഡിപ്പിച്ചവരുടെ പേരുകൾ എല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റുകയും എല്ലാവർക്കും പോസിറ്റീവ് എനർജി മാത്രം കിട്ടത്തക്ക തരത്തിൽ ചരിത്രങ്ങൾ എഴുതുകയും ചെയ്യുന്ന കാപട്യമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഗുരുവും ദൈവവും നാഥനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ അതുപോലെ എഴുതുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനുമായി ഞാൻ ഒരു കൂട്ടം കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ലോകത്തിലുള്ള ഒരുവനെ അവൻ ശുദ്ധനാണെന്നോ അവൻ വലിയവനാണെന്നോ അവൻ ഭയങ്കരമാണെന്നോ അവൻ്റെ ശിഷ്യന്മാർക്ക് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ പോസിറ്റീവ് മാത്രം എഴുതി, അവൻ്റെ നന്മകൾ മാത്രം എഴുതി, അതിനെക്കുറിച്ച് മാത്രം വ്യാഖ്യാനം ചെയ്യുന്ന ഒരു അവതരണ ശൈലിയാണ് സാധാരണ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വായനക്കാർ വായിക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് ഫീൽ ചെയ്തേക്കാം. യേശു വിരോധികൾ വായിക്കുമ്പോൾ യേശുവിനെ ഒരു നെഗറ്റീവായി അവതരിപ്പിക്കാൻ അവൻ്റെ യുക്തി ചിന്തയ്ക്ക് സാധിക്കും. വിശ്വാസികൾ വായിക്കുമ്പോൾ യഥാർത്ഥ വെളിപാടുകൾ നൽകി വിശ്വാസികളെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിനും സാധിക്കും. ആയതിനാൽ യേശുക്രിസ്തുവിനെ ഇപ്രകാരം പറയുന്നു, ഇതൊരു ഇടർച്ചക്കല്ലാണ്. അവിശ്വാസി ഈ കല്ലെ തട്ടി വീണുകൊണ്ടേയിരിക്കും, കൂടുതൽ അവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. വിശ്വാസി ഈ കല്ലെ തട്ടി കൂടുതൽ ഉണർവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ വചനത്തിൻ്റെ അർത്ഥം തേടിയാണ് ഇന്ന് യാത്ര ചെയ്യാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം മുതലാണ് യേശുക്രിസ്തു ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. പെസഹായുടെ ഭക്ഷണം, ആ പെസഹായുടെ അന്നത്തെ രാത്രിയിലുള്ള യേശു അവരുടെ സംസാരമാണ്. യേശുവും 11 ശിഷ്യന്മാരും ചേർന്നുള്ള സംഭാഷണത്തിലാണ് ഈ വാക്യം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വാളില്ലെങ്കിൽ നിങ്ങളുടെ കുപ്പായം വിറ്റിട്ടെങ്കിലും, വിൽക്കാൻ കടകളിലൊന്നും പോണ്ട, അവിടെ എല്ലാം അന്നേരം ആൾക്കാർ ആരുടെ വെച്ചാലും വഴിയിൽ വിൽക്കുന്നവന് കുപ്പായം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ അപ്പോഴേ കാശിന് മേടിക്കും. അതാണ് അന്ന് യേശുവിൻ്റെ കാലത്തെ കൾച്ചർ. അതാണ് പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കൊന്നും കൊണ്ടുപോകണ്ട, അപ്പോൾ തന്നെ കുപ്പായം വിൽക്കാൻ പറ്റും. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ 2-3 വാള് കാണും. ഒരു വാള് കുപ്പായം കൊടുക്കുക, വാള് വാങ്ങിക്കുക. അങ്ങനെ ഒരു വസ്തു അങ്ങോട്ട് കൊടുക്കുന്നു, അടുത്ത വസ്തു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. ഇത് ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് സാധ്യമാണ്. ആ സാധ്യതയെ എടുത്തിട്ടാണ് പറയുന്നത്, നിന്റെ കുപ്പായം വിറ്റിട്ട് നീ വാൾ വാങ്ങാൻ പറയുന്നത് അവിടെയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്? കൂടെ ഇപ്രകാരം കൂടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നു, നിയമലംഘകരുടെ കൂടെ എണ്ണപ്പെട്ടു. ഞാൻ ലംഘനം നടത്തുന്നവരുടെ കൂടെ എൻ്റെ പേരും ചേരാൻ വേണ്ടിയിട്ട് ഈ പ്രവാചകന്മാർ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പ്രവചനം നിവൃത്തിയാകാനും ഇത് സംഭവിക്കട്ടെ. നിങ്ങൾ പോയി വാള് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു പ്രവചനം നിവൃത്തിയാവാൻ വേണ്ടി യേശുക്രിസ്തു നാടകീയമായ ഒരു രീതിക്ക്
അതായത് യേശു തന്നെ കരുതി കൂട്ടി പഴയ പ്രവചനം എന്തൊക്കെയാണോ അത് തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ യേശു തന്നെ കരുതിക്കുട്ടി നടത്തുന്ന ഡ്രാമയാണോ എന്ന് വരെ സംശയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ചിലവരിത് പുറത്തു പറയത്തില്ല, ചിലവരിത് അകത്ത് വെച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കും. ഇവിടെയാണ് നമ്മൾ അർത്ഥം തേടി പരിശുദ്ധാത്മാവിൻ്റെ പുറവെ പോകേണ്ടത്. ഇവിടെയാണ് ഒന്ന്, അഹിംസയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെട്ട യേശുക്രിസ്തു. കൊല്ലരുത്, കൊല്ലുന്നവൻ നരകാഗ്നിയിൽ പോകും എന്ന് പറഞ്ഞ യേശുക്രിസ്തു കാൽവരി മലയുടെ മരണത്തിന് ശേഷം, യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഏതവൻ കൊല്ലുന്നവൻ വന്നിട്ടുണ്ടെങ്കിലോ അവനെല്ലാം നരകത്തിലേ പോകത്തുള്ളൂ എന്ന് പഠിപ്പിച്ച അഹിംസയുടെ പ്രവാചകൻ, അഹിംസയുടെ ദൈവം, അഹിംസയുടെ നാഥൻ ഇന്ന് പറയുന്നു വാൾ വാങ്ങിക്കാൻ പറയുന്നു, വാൾ എടുക്കാൻ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസിനെയോ പത്രോസിനെയൊക്കെ നമ്മൾ അവരുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിത ശൈലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ വാൾ ധരിച്ചിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ, അവരുടെ യാത്രയിലോ കാട്ടിലൂടെയുള്ള യാത്ര ഒരിക്കൽ പോലും പത്രോസോ പൗലോസോ വാൾ യൂസ് ചെയ്തിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ യേശുവിൻ്റെ വാൾ ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങിക്കൂ എന്നുള്ളത് സഭയ്ക്ക് നൽകിയ ഒരു നിയമമായി അതിനെ കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ സഭയ്ക്ക് നൽകിയ ഒരു നിയമമായിരുന്നുവെങ്കിൽ പൗലോസും പത്രോസും എല്ലാം വാൾ ധരിച്ചേനെ. അവർ വാൾ ധരിക്കുകയില്ല. അവരുടെ വാൾ വചനമായിരുന്നു, അവരുടെ വിശ്വാസമായിരുന്നു അവരുടെ വാൾ. സ്നേഹം കൊണ്ടായിരുന്നു അവർ പടവെട്ടിയത്. അവരുടെ വാൾ അവരുടെ ആത്മീയ പ്രത്യാശയെക്കുറിച്ചുള്ള ഉറപ്പായിരുന്നു. അത് കാരണം അവർ സ്റ്റീൽ വാൾ ധരിക്കുവാനായിട്ടോ ഇരുമ്പ് വാളുകൾ ധരിക്കുവാനായിട്ടോ അവർ തയ്യാറായില്ല. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് വാൾ ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങുക എന്നുള്ളത് ക്രിസ്തീയ സഭയ്ക്ക് നൽകിയിരിക്കുന്ന നിയമമല്ല. ആയിരുന്നുവെങ്കിൽ പൗലോസ് ധരിച്ചേനെ, പത്രോസ് ധരിച്ചേനെ. പൂർവ്വ പിതാക്കന്മാരായ പൗലോസും പത്രോസും ധരിക്കാത്തത് നമുക്കും വേണ്ട. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വാളിനെ വേണമെങ്കിൽ ഒരു ആത്മീയ അർത്ഥം കണ്ടെത്തിയിട്ട് ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ നമുക്ക് നടത്താം. ഈ വാളിനെ ഒരു ആത്മീയ അർത്ഥം നമുക്ക് കണ്ടെത്താം. വാൾ സമം ഞെരുക്കം, വാൾ സമം കഷ്ടത, കഷ്ടത, ഞെരുക്കം, പീഡനം, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വാളിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ വ്യാഖ്യാനം കർത്താവ് ഒറിജിനൽ വാളെടുക്കാനല്ല പറഞ്ഞത്, ഞെരുക്കത്തെ എടുക്കാനാണ് പറഞ്ഞത്. കർത്താവ് ഒറിജിനൽ വാളെടുക്കാനല്ല പറഞ്ഞത്, കഷ്ടത എടുക്കാനാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ഇതിനെ ആത്മീയമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിൻ്റെ സാഹചര്യമേത്, എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറഞ്ഞു എന്നുള്ള സാഹചര്യമേത് എന്നുള്ള വ്യാഖ്യാനം വരാതെ ഇതിന് ഒരൊറ്റ അങ്ങ് നമ്മൾ അടിക്കുവാണ്. ഇത് ഞെരുക്കം, ഇത് കഷ്ടത. വാളല്ല, ഇരുമ്പ് വാളല്ല, സ്റ്റീൽ വാളല്ല, ഞെരുക്കവും കഷ്ടതയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് കൊറിയയിൽ നല്ല മഞ്ഞുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കൊറിയയിൽ ഭയങ്കരമായ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആ ഭയങ്കര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യനെല്ലാവരും, കൊറിയക്കാരായിട്ടുള്ള സാധുക്കളായ ആൾക്കാരെല്ലാം ഓടുകയാണ്. പുറവിൽ പട്ടാളം, ശത്രുരാജ്യത്തിൻ്റെ പട്ടാളം കയറിയിരിക്കുക. കൂട്ടം നിലവിളി. ഓരോരുത്തർ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത്, രോഗികളെയെല്ലാം എടുത്തുകൊണ്ട് അവരുടെ ജീവനം കൊണ്ട് സ്വന്തം സഹോദരങ്ങളെ, മക്കളെ എല്ലാം കൂട്ടിക്കൊണ്ട് ഓടുകയാണ്. ജീവൻ കളഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇന്ന ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടോ എന്നുള്ള മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ 9 മാസം തികഞ്ഞ പൂർണ്ണ ഗർഭിണി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളും ഓടുകയാണ്.
കുറേ ദൂരം അവൾ ഓടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വയറിന് വേദനയായി, പ്രസവ വേദനയായി. അവൾ കൂടെ ഉള്ളവരോട് പറഞ്ഞു, അയ്യോ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും എനിക്കിനി ഓടാൻ സാധിക്കത്തില്ല, ഞാൻ തകർന്നു വീഴും, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് പ്രസവ വേദന എടുത്തു തുടങ്ങി. അവിടെ സ്വന്തത്തിലുണ്ടായിരുന്നവർ, കൂടെ ഉണ്ടായിരുന്നവർ, അയ്യോ, അവർ നിലവിളിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീയും മരിക്കും, നിന്റെ കുഞ്ഞിനെയും കൊല്ലും, ഞങ്ങളെയും കൊല്ലും, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ നിലവിളിച്ചു. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, എന്തായാലും അവക്കിനി ഓടാൻ വയ്യ, നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളോട്. കാരണം ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽ പെട്ടുപോകരുത്, ഇവളെ കളഞ്ഞിട്ടോട്. എന്തായാലും ഇവക്ക് മരണമാ, ഇവളുടെ കുഞ്ഞിന് മരണമാ, ഇവളെ കളഞ്ഞിട്ടോടാൻ പറഞ്ഞു. സ്വന്തക്കാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ സകലരും അവളെ ചുംബനം കൊടുത്ത് അവളെ കളഞ്ഞിട്ടോടി. അവൾ കുറേ ദൂരം ഒറ്റയ്ക്ക് അവൾ വെച്ച് മുന്നോട്ട് നടക്കുക. ശത്രു കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ല, ഒരു നിമിഷം പോലും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, താൻ പോകുന്ന വഴിയുടെ താഴെ ഒരു കലങ്ങുണ്ടെന്ന് മനസ്സിലായി. അവൾ ഞെരുങ്ങി ആ കലങ്ങിലേക്ക് ഇറങ്ങി. കലങ്ങിൻ്റെ അകത്തേക്ക് മാറി, ഒരു സൈഡിലേക്ക് മാറി അവൾ വേദനയെടുത്ത് കിടന്നു. അവിടെ വെച്ച് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞ്. ആ പ്രസവിച്ച കുഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കടന്നു. നല്ല മഞ്ഞ്, ഭയങ്കര മഞ്ഞ്. പിറ്റേന്ന് യുദ്ധം തീർന്നു, സമാധാനത്തിൻ്റെ സേന ഇറങ്ങി. എവിടെയൊക്കെ ഡെഡ് ബോഡി ഉണ്ടോ ആ ഡെഡ് ബോഡി പറക്കുവാനായിട്ടാണ് അവരിറങ്ങിയിരിക്കുന്നത്. അവർ ചുറ്റും നടന്നു, ഓരോ ഡെഡ് ബോഡികളെയും അവർ വണ്ടിയിലോട്ട് എടുത്തിട്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു കലങ്ങിൻ്റെ അടിയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ആ കുഞ്ഞ് നല്ലപോലെ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് പട്ടാളക്കാർ, സമാധാന സേനയുടെ പട്ടാളക്കാർ ആ കലങ്ങിൻ്റെ അടിയിലോട്ട് ഇറങ്ങി. അവർ കണ്ട കാഴ്ച ഇപ്രകാരമായിരുന്നു. അതായത് അമ്മയുടെ പാലും കുടിച്ച് ഒരു കുഞ്ഞ് കടക്കുകയാണ് അമ്മയുടെ നെഞ്ചോട് ചേർന്ന്. പക്ഷേ ആ കുഞ്ഞ് കടക്കുന്ന കടപ്പും അമ്മയുടെ കടപ്പും കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു. അമ്മ തനിക്കുണ്ടായിരുന്ന സകല വസ്ത്രങ്ങളും ഊരി കുഞ്ഞിനെ നല്ലപോലെ പൊതിഞ്ഞു, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം ജനിച്ചു വീണ കുഞ്ഞ് തണുപ്പേറ്റ് കഴിഞ്ഞാൽ മരിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പായി. അമ്മ കുഞ്ഞിനെ പൊതിഞ്ഞു, തൻ്റെ വസ്ത്രമെല്ലാം ഊരി കുഞ്ഞിനെ പൊതിഞ്ഞു. അമ്മ പൂർണ്ണ നഗ്നയായി കിടന്നു. ആ തണുപ്പേറ്റ് പ്രസവിച്ച് ശുശ്രൂഷ കിട്ടാതെ കൊടും മഞ്ഞത്ത് കിടന്ന് അമ്മ മരിച്ചു. അമ്മയുടെ ഡെഡ് ബോഡിയോട് ചേർന്ന് തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞു കിടക്കുകയാണ്. ആ കുഞ്ഞ് അവസാനം വളർന്നു. ആ കുഞ്ഞ് വളർന്നു വലുതായി. ആ കുഞ്ഞ് അവസാനം ഒരു സുവിശേഷകനായി, കൊറിയയിലെ ഒരു സുവിശേഷകനായി ആ കുഞ്ഞ് മാറി. ആ കുഞ്ഞ് അവസാനം ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു ക്രൂശിൽ നഗ്നനായി കടന്നുകൊണ്ട് തൻ്റെ മക്കളെ ജീവിക്കാൻ വേണ്ടി, തൻ്റെ മക്കൾ അപകടങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൻ നഗ്നനായി തീർന്നു. എൻ്റെ അമ്മ ഞാൻ ജീവിക്കാൻ വേണ്ടി, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി നഗ്നയായി തീർന്നതുപോലെ ഞാൻ പിന്നീട് അത് കണ്ടത് കാൽവരി മലയിലെ ക്രോസിലാണ്. ആ ക്രോസിലേക്ക് ഞാൻ നോക്കിയപ്പോൾ, ആ ക്രോസിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ യേശുവെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ ശക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം വളരെ ശക്തിയുള്ളതായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു അമ്മയെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് നിർത്തിയിട്ട് പറയുകയാണ്, ഉടുപ്പ് വിറ്റിട്ടെങ്കിലും വാൾ വാങ്ങിക്കുക. അർത്ഥം വളരെ വലുതാണ്, അർത്ഥം വളരെ ശക്തമാണ്. ഇതിൻ്റെ അർത്ഥം തേടി നമ്മൾ പോകണമെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് 35 മുതൽ നമ്മൾ വായിച്ചാൽ നമുക്കതിൻ്റെ യേശു എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നമുക്ക് കിട്ടും. 35 മുതൽ നമ്മൾ വായിക്കണം. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഫാണ്ടമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. ഞാൻ നിങ്ങളെ അയച്ചില്ലേ? അന്ന് ഞാൻ നിങ്ങളെ അയച്ചില്ലേ? ഈ 2 പേരായിട്ട് അയച്ചില്ലേ? അന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ചെരുപ്പെടുക്കാൻ പറഞ്ഞോ? ഇല്ല. വടിയെടുക്കാൻ പറഞ്ഞോ? ഇല്ല.
പണം എടുക്കാൻ പറഞ്ഞോ? ഇല്ല. മടിശീല എടുക്കാൻ പറഞ്ഞോ? ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ ഉടുപ്പ് വിറ്റ് നീ വാൾ വാങ്ങണം എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ദൈവവും കർത്താവുമായ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരിടത്തിരുന്നു കൊണ്ട് നിങ്ങളെ അയക്കുമ്പോഴും ഒരു കുറവും നിങ്ങൾക്ക് വരുത്തില്ല പൈതങ്ങളെ. ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്താലും നിങ്ങൾക്കൊരു കുറവും അനുഭവപ്പെടത്തില്ല. കാരണം എൻ്റെ സംരക്ഷണം, എൻ്റെ പ്രയർ, എൻ്റെ എല്ലാവിധ അനുഗ്രഹവും പൈതലെ നിന്റെ കൂടെ ഉണ്ടാവും. എന്നിൽ നിന്ന് നിങ്ങൾ ചിതറിക്കപ്പെടും, എന്നിൽ നിന്ന് നിങ്ങൾ ദൂരെയാകും. നേരത്തെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് വെള്ളമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആഹാരത്തിന് ആഹാരമുണ്ടായിരുന്നു, പണത്തിന് പണമുണ്ടായിരുന്നു. കാരണം എൻ്റെ സംരക്ഷണം അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ വേർപെടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരാളും കാണത്തില്ല, നിങ്ങൾക്ക് പണം തരാൻ ഒരാൾ കാണത്തില്ല, നിങ്ങളുടെ വയർ വിശന്ന് ഒട്ടിക്കിടക്കുമ്പോൾ ആഹാരം തരാൻ ഒരാളും കാണത്തില്ല, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഒരാളും കാണത്തില്ല. അങ്ങനെ ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെ, ആരുമില്ല സഹായിക്കാനില്ലാത്ത വ്യക്തികളെ പോലെ നിങ്ങളായിത്തീരും. ആ ആയിത്തീരും എന്ന് പറയുന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ്, ഒരു സത്യസന്ധമായ ഒരു വ്യാഖ്യാനമാണ് യഹൂദന്മാരുടെ ജീവിത രീതി വെച്ച് യേശു പറഞ്ഞത്. ഇനി എൻ്റെ ബ്ലെസ്സിങ്ങോ എൻ്റെ അനുഗ്രഹത്താലോ എൻ്റെ കൃപയാലോ അല്ല ഇനിയുള്ള 3-4 ദിവസം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അത് കാരണം നിങ്ങളിലൂടെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല, ആരും നിങ്ങളെ സഹായിക്കത്തില്ല. അങ്ങനെ വരുമ്പം സ്വന്തമായി ജീവിച്ചേ പറ്റൂ, സ്വന്തമായി പോയേ പറ്റൂ, അപ്പോൾ വാളെടുത്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വെളിപ്പെടുത്തലാണ്. രക്ഷകനും നാഥനുമായ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ നേരത്തെ നിങ്ങൾ ഒന്നും കാണാതെ എല്ലാം കിട്ടിയതുപോലെ ഇനി കിട്ടത്തില്ല. രക്ഷകനും നാഥനുമായ ഞാൻ എന്നിൽ നിന്ന് നിങ്ങൾ വേർപെടുമ്പോൾ പട്ടിണിയും ദുരിതവും ക്ലേശവും ഞെരുക്കവും ശത്രുതയും നിങ്ങളുടെ മേൽ വ്യാപരിക്കും. തമ്പുരാനില്ലാത്ത ഒരു വ്യക്തി, രക്ഷയില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ വാളുണ്ടായിരിക്കും. സുവിശേഷത്തിന്റെ രക്ഷ അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തി വാൾ കയ്യിലെടുക്കും. അവൻ അവൻ്റെതായ മനസ്സിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി അവൻ ജീവിക്കും. ആ യഹൂദന്റെ കാഴ്ചപ്പാടിനെയാണ് യേശു ശിഷ്യർക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങിക്കോ, കാരണം എന്നിൽ നിന്ന് നിങ്ങൾ ചെതറിക്കപ്പെടാൻ പോകുക. നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ഇനി ജീവിക്കാൻ പറ്റൂ. അത് തന്നെ സംഭവിച്ചു. അവർ പട്ടിണിയിലായി, അവർക്ക് ഒരാൾ പോലും ആഹാരം കൊടുത്തില്ല, വെള്ളം പോലും കൊടുത്തില്ല. അവർ പട്ടിണി കൊണ്ട് മടുത്തിട്ടാണ് കഫർനാമിൽ നിന്ന് വള്ളമെടുത്ത് അവർ തിബിരിയാസിൽ പോയി മീൻ പിടിക്കാൻ ഇറങ്ങിയത്. യേശുവിൻ്റെ ഈ അർത്ഥമാണത്. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒറിജിനൽ വാൾ അവരുടെ 2 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇനി മേടിക്കാൻ ആരും പോണ്ട, അത് മതി എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. മേടിച്ചിട്ടല്ല 2 കൊണ്ടുവന്നത്. ഇവരുടെ കൂട്ടത്തിൽ 2 വാൾ ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ 2 വാൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് മതി എന്ന് യേശു പറഞ്ഞു. കാരണം അധർമ്മികളുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെടാൻ ആ 2 വാൾ മതി. അവിടെയും യേശു ഉദ്ദേശിക്കുന്നതും പ്രവചനം തന്നെയാണ്. ആണെന്ന് ഞാൻ പറഞ്ഞു തരാൻ കാരണമുണ്ട്. സംഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. യേശുക്രിസ്തുവിനെ പിടിക്കുവാനായി മുഖ്യപുരോഹിതനും സേവകരെല്ലാം വരുന്ന, മുഖ്യപുരോഹിതന്റെ സേവകരും കൂട്ടരെല്ലാം വരുമ്പോൾ പത്രോസ് വാളെടുത്ത് പത്രോസ് അവനെ വെട്ടുന്നുണ്ട്. ദൈവം പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു വാൾ ഉറയിലിടുന്നു പറഞ്ഞു. വെട്ടാൻ അനുവദിച്ചില്ല.
അഹിംസയുടെ പ്രവാചകൻ, അഹിംസയുടെ ദൈവം ഉണർന്നു. ഉറയിലിടുന്നതിൻ്റെ വാൾ വെട്ടുന്ന ജോലി ക്രിസ്ത്യാനിക്കുള്ളതല്ല. ക്രിസ്ത്യാനി ആരെയും വെട്ടാൻ പാടില്ല, ഉറയിലിട്. ക്രിസ്ത്യാനി ആരെയും തെറിവിളിക്കാൻ പാടില്ല, ഉറയിലിട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാൾ ഉറയിട്ടതും അവൻ്റെ ചെവി ഒട്ടിച്ചു കൊടുത്തതും ലോകം മുഴുവനും ഇന്ന് പ്രഘോഷിക്കപ്പെടുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു അധർമ്മികളുടെ കൂട്ടത്തിൽ പത്രോസ് വെട്ടിയത് നിമിത്തം എണ്ണപ്പെടുകയല്ല അവിടെ ചെയ്തിരിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹം സ്പ്രെഡാവുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത്. ലോകം മുഴുവനും യേശുവിൻ്റെ സ്നേഹത്തെ വാഴ്ത്താൻ തുടങ്ങി. തന്നെ അടിക്കുമ്പോഴും ആ അടിക്കുന്നവനെ സ്നേഹിക്കുന്ന കർത്താവാണെന്ന് വിജാതിയർ പോലും കണ്ട് അത്ഭുതപ്പെടാൻ ഇടയായി. അവിടെ എണ്ണപ്പെടുന്നതിന് പകരം, നെഗറ്റീവായ ഒരു കാര്യം സംഭവിക്കുന്നതിന് പകരം അവിടെ പോസിറ്റീവാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, വാൾ കയ്യിലെടുത്ത് കൊള്ളക്കാരാണ് എന്ന് നമ്മൾ എന്ന പേര് നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാൾ കയ്യിലെടുക്കൂ എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ വരുന്നതേയില്ല. കാരണം ഇവിടെ നടന്നത് മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഒരു ഫൈറ്റിംഗ് നടക്കാൻ യേശു അനുവദിച്ചില്ല. മറിച്ച് ക്ഷമിക്കുന്ന സ്നേഹത്തിനാണ് ഇവിടെ വില കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഇവരോട് വാൾ പറഞ്ഞത്? ഉറപ്പ് തന്നെ, യേശു ഇല്ലാത്ത നിങ്ങളുടെ ജീവിതം. യേശു ഉള്ളപ്പോൾ നിങ്ങൾക്ക് വാളിൻ്റെ ആവശ്യമില്ല, യേശു ഇല്ലാത്തപ്പോൾ നിങ്ങൾ വാളെടുക്കണം. യഹൂദന്മാരുടെ വാളെടുപ്പിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. യഹൂദന്മാർ ഒറ്റയ്ക്ക് പോകുമ്പോൾ, കുടുംബമായി പോകുമ്പോൾ ആണുങ്ങളെല്ലാം വാൾ ധരിക്കും. കാരണം തൻ്റെ കുടുംബത്തിലുള്ള പെൺപിള്ളാരെ, പെൺകുഞ്ഞുങ്ങളെ, പിന്നെ തൻ്റെ ഭാര്യമാരെ, ദാസിമാരെ ശത്രുക്കൾ വഴിയിൽ വെച്ച് ഫൈറ്റ് ചെയ്ത് അവരെ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളത് കാരണം ആണുങ്ങളെല്ലാം കൂട്ടമായി വാൾ ധരിക്കും. അഥവാ പെട്ടെന്നൊരു ശത്രു വന്നാൽ യഹൂദന്മാർ അവരെ വെട്ടും, അവരുമായിട്ട് ഫൈറ്റിന് തയ്യാറാകും. കാരണം തങ്ങളുടെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്, അവർക്കെതിരെ ഒരു സിംഹമോ അവർക്കെതിരെ ഒരു വന്യമൃഗങ്ങളോ വന്നാൽ ഇവർ ഈ വാൾ കൊണ്ട് പോരാടും തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ രക്ഷയ്ക്കായി അവർ വാൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഈ യഹൂദന്മാരുടെ കൾച്ചറിൽ ഉണ്ട്. നേരത്തെ ക്രിസ്തു ഉള്ളപ്പോൾ അവർക്ക് കടൽ തൻ്റെ വള്ള ഇളകി മറിഞ്ഞാലും ക്രിസ്തു നടന്നു വരുന്നത് രക്ഷിക്കാനുണ്ട്. ഇപ്പോൾ ക്രിസ്തു അവർക്കില്ല. എല്ലാവരും ഉടുപ്പ് വിറ്റു, എല്ലാവരും വാളെടുത്തു. സ്വന്തമായി പോകണമെങ്കിൽ ഇനി സ്വന്തം കാര്യം നോക്കിയാലേ പറ്റത്തുള്ളെന്ന് എല്ലാ ശിഷ്യന്മാരും ചിന്തിച്ചു. അങ്ങനെ ഇല്ലാത്തവനെല്ലാം വാൾ വിറ്റ് ജീവിക്കാൻ തുടങ്ങിയെടുത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാൻ തയ്യാറായി. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ വന്നു. വീണ്ടും പറഞ്ഞു, വാൾ മാറ്റ്, ദൂരക്കള, ഇനി വാളാലല്ല നിന്നെ രക്ഷിക്കുന്നത്, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മുന്നിൽ നടക്കും. ദൈവത്തിൻ്റെ വിശ്വാസമാകുന്ന വാൾ നിങ്ങളുടെ മുന്നിൽ നടക്കും. ദൂരേറി നമുക്ക് വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കാം, സുവിശേഷത്തിൻ്റെ ശക്തി എടുക്കാം. മുന്നോട്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറയുന്നു. 120ഓളം പേർ തങ്ങളുടെ വാളുകൾ ദൂരെ എറിഞ്ഞ് വചനമാകുന്ന വാൾ കയ്യിലെടുത്ത് ലോകം മുഴുവനും അവർ ഇറങ്ങി. കൊറിയയിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. ആ അമ്മ ജീവനോടെ ഇരുന്നത് കൊണ്ട് ആ കുഞ്ഞിന് മരണം അനുഭവിക്കാൻ അമ്മ അനുവദിച്ചില്ല. ആ കുഞ്ഞിനെ തൻ്റെതായ എല്ലാം എടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു. എന്നാൽ അമ്മ കുഞ്ഞിൽ നിന്ന് വേർപെട്ട സമയം മുതൽ കുഞ്ഞിന് വിശക്കാൻ തുടങ്ങി, കുഞ്ഞ് കരയാൻ തുടങ്ങി, കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സഹായത്തിന് ആളില്ല. അങ്ങനെ കടന്നിരുന്നെങ്കിൽ ആ കുഞ്ഞും മരിച്ചതിനെ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ അമ്മയെപ്പോലെ കർത്താവ് കൂടെ നടന്ന് കർത്താവിൻ്റെതായ എല്ലാം മറന്ന് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഒന്നും അറിയുന്നില്ല. അവൻ്റെ സംരക്ഷണത്തിലാണ്, അവൻ്റെ സംരക്ഷണത്തിലും അവൻ്റെ സ്നേഹത്തിലുമാണ് നാം പോകുന്നത്. എന്നാൽ അവനിൽ നിന്ന് നാം ചെതറിക്കപ്പെട്ട് നാം ദൂരെ മാറിക്കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സകലത് നഷ്ടപ്പെടും. ഇരുമ്പ് വാളിൽ നിന്ന് വരുന്ന രക്ഷ ഇനി വേണ്ട
എന്ന് അവർ തീരുമാനമെടുക്കുകയും യേശുവിൻ്റെ നാമത്തിലുള്ള രക്ഷയെ അവർ സ്വീകരിക്കുകയും ചെയ്തു. വചനമാകുന്ന വാളിനെ കയ്യിലെടുത്തുകൊണ്ട് അവർ ഇരച്ചു വരുന്ന വന്യമൃഗങ്ങളോട് യേശുവിൻ്റെ നാമം, ജീസസിൻ്റെ നാമം ഉപയോഗിച്ച് അവയെ നിർത്തുകയും കയ്യിൽ ചുറ്റിയ പാമ്പിനെ വലിച്ചെറിഞ്ഞ് തീയിലേക്ക് വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ നാമം കൊണ്ട് മുന്നോട്ട് പോവുകയും അണലി സർപ്പങ്ങളുടെ മേലും അണലിയുടെ മേൽ ചവിട്ടി നടന്നത് യേശുവിൻ്റെ നാമം കൊണ്ട് ചവിട്ടി നടക്കുകയും സഭ ചെയ്തു. വാളിനെ എല്ലാവരും ദൂരെ എറിഞ്ഞു, തെറികളെ എല്ലാവരും ദൂരെ എറിഞ്ഞു. അങ്ങനെ നാവിൽ സ്തോത്രം കൊണ്ട് നടക്കാൻ തുടങ്ങി. പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സഭ മുന്നോട്ട് പോയി. കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന യേശുവിൻ്റെ മാറോട് ചേർന്ന് വിശ്വാസികൾ നിലനിന്നപ്പോൾ നരകശക്തികൾ ഈ വിശ്വാസിയെ ജയിക്കുവാൻ പറ്റാത്ത വിധത്തിൽ, ക്രിസ്തീയ സഭകളെ ജയിക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ നാഥൻ അവർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി, അണലി സന്തതികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള ശക്തിയും നൽകി സഭയെ മുന്നോട്ട് ഇനിയും കൊണ്ടുപോകും. ഇന്നത്തെ ഈ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UAE റാസക്കൈമയിലെ അൽബറേക്ക ഹോസ്പിറ്റലിൻ്റെ MD ആയ ഡോക്ടർ പ്രേമും ഡോക്ടർ സോണിയയും ആണ്. ഈ ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കണമേ.